ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് കുറച്ച് മീഷോയുടെ പ്രൊഡക്റ്റും ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റും നമുക്കിന്ന് കാണിക്കാം. അൺബോക്സിങ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഒരു ആങ്സൈറ്റി കൊണ്ട് എല്ലാം പൊടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ പൊളിക്കാണ്ട് വെച്ചതാണ്. നമുക്ക് നോക്കാം ഇതെന്താണ് ഉള്ളത്. എന്നോട് തന്നെ മറന്നുപോയി, 1 മാസം മുന്നേ വാങ്ങിയാണിത്. ഇത് ഓയിൽ ഡിസ്പെൻസറാണ്, 1 ലിറ്ററുടെ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിനാണ് വാങ്ങിയത്. പക്ഷേ എനിക്ക് ഇതിലൊരു ഫോൾട്ട് പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാനിത് മീഷോയിൽ നിന്ന് 2 കണ്ടപ്പോൾ, ഒന്നിച്ചിട്ട് 2 കണ്ടപ്പോൾ ഞാൻ അധികം വാങ്ങിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വീണ്ടും 1 വാങ്ങിച്ചു. അങ്ങനെ 3 എണ്ണമാണ് ഉള്ളത് ഇപ്പോൾ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമ്മുടെ ഓയിലുകൾ, പലതരത്തിലുള്ള ഓയിലുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അത് 3 ബോട്ടിലേക്കൊക്കെ മാറ്റാൻ വിചാരിക്കണം. ഇത് നല്ല പാക്കിംഗ് ആണുള്ളത്. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ആണ്. ഇത് നല്ലൊരു മോഡൽ പാക്കിങ്ങിലൊക്കെയാണ് വന്നത്, നല്ല സേഫ്റ്റി ആയിട്ട്. ആഹാ, കണ്ടോ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടോ, നല്ലൊരു അപ്പം നല്ലൊരു ബോട്ടിലാണിത്, 1 ലിറ്ററിൻ്റെ. അടുത്തത് ഇത് എനിക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേങ്കിൽ ഇത് ഞാൻ ഇവിടെ കൊറിയർ പോയി കൊണ്ടുത്തരുമ്പം ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ് ഉള്ളത്. എന്താ വെച്ചാൽ അതൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല പാക്കിങ്ങോടെയല്ല അവർ തന്നത്. ഇത് എന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊളിച്ചിട്ട് അവർ നോക്കി വെച്ചതുപോലെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ്, എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരെനിക്കറിയില്ല, നമ്മളെ എന്താ പറയുക, എയർ ഫ്രയറുടെ ടോങ് അങ്ങനെയാണ് കണ്ടത് അതിൽ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ. അപ്പോൾ അതാണ് ഇത് സംഭവം. ഇറച്ചിയൊക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന സംഭവമാണിത്. പിന്നെ ഉള്ളത് എയർ ഫ്രയറിൽ നമ്മൾ ഇത് അതിൻ്റെ എയർ ഫ്രയറിൻ്റെ ഭാഗത്ത് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കുമ്പോൾ അത് വൃത്തികേടാവും. അതിന് പറ്റുന്ന ഒരു സിലിക്കോണിൻ്റെ ഒരു ഇതാണിത്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മുട്ടയൊക്കെ പൊരിക്കുക, അതേപോലെ മീനും ചിക്കനൊക്കെ. അപ്പോൾ ഇത് നല്ല വർത്തായി തോന്നിയിട്ടുണ്ട് എനിക്ക്. ഓഫർ പ്രൈസായിട്ട് 89 രൂപക്ക് കിട്ടിയതാണിത് സംഭവം. ബാക്കിയൊക്കെയുള്ള പ്രൈസൊക്കെ മറന്നുപോയി, 1 മാസം 2 മാസം മുന്നേ വാങ്ങിയതായത്. പിന്നെയുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ സ്ക്രബില്ലേ, സാധാരണ സ്ക്രബ്, അത് നമ്മൾ പാത്രങ്ങളൊക്കെ എത്തിക്കുമ്പോൾ കുറച്ചൊന്ന് 1 മാസമൊക്കെ കഴിഞ്ഞാൽ അത് നമ്മുടെ വല്ലാണ്ട് കൈൻ്റെ അടിയൊക്കെ ഇത് തോല് പൊളിയും. തോല് പൊളിയെന്ന് വെച്ചാൽ സ്ക്രബ് കൊണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതാ കണ്ടോ, നല്ലൊരു സോഫ്റ്റായിട്ട് കണ്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതും 80 രൂപക്കാണ് കിട്ടിയത്. ഇതും ഓഫർ പ്രൈസാണ്, 79%. അപ്പോൾ ഇതും നല്ലൊരു സംഭവമാണ്. പിന്നെ ഉള്ളത് ഇതാ ഞാൻ പറഞ്ഞത്, മീഷോൻ്റെ തന്നെ 2 എണ്ണം ഒപ്പരം വാങ്ങിച്ച ബോട്ടിൽ. അത് 110 രൂപക്ക്. എന്നാലും മോശമില്ല. പക്ഷേങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് ഇങ്ങനെയാണുള്ളത്, ഇങ്ങനെ എടുക്കുന്ന സംഭവം. മറ്റേത് നമ്മൾ ഇതാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സംഭവം ഇങ്ങനെയാണ് ഉള്ളത്. ഇതാ ഒരു കൊക്ക മോഡൽ, ഒരു കൊക്ക്, നമ്മളെ പക്ഷികളുടെ ഒരു കൊക്കില്ല, അതിൻ്റെ മോഡൽ. ഇനി കാണിക്കാനുള്ളത് കത്തിയാണ്. അതിപ്പം എവിടെയാണുള്ളതെന്ന് എന്നോട് ചോദിച്ചോട്ടെ. അത് വെച്ചാൽ ഞാൻ ഇതുപോലെ തന്നെ ആങ്സൈറ്റി കൊണ്ട് ആ കത്തിയുടെ കളറ് പക്ഷെ മാറിയിട്ടാണ്. ഞാൻ കൊടുത്ത കളറ് പിങ്ക്, അതുപോലെ ബ്ലൂ, റെഡ് കത്തിയാണ് അതിൽ കണ്ടത് ഞാൻ ഇത് ഓർഡർ കൊടുക്കുമ്പോൾ. പക്ഷെ എനിക്ക് കിട്ടിയത് ഇതാ പിങ്കും അതേപോലെ ഗ്രീനും റെഡുമാണ് എനിക്ക് കിട്ടിയത്. റെഡ് കത്തി എവിടെയോ ഉള്ളത്, അതെടുത്ത് ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ ഇനിയുള്ളത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇത് ഒരു നമ്മളെ ലൈറ്റർ, മോഡൽ ലൈറ്റർ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. നമ്മുടെ അവിടെ ഇതില്ലേ, ഫുഡ് ടൂറിൻ്റെ ഇതിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സംഭവമാണ്. അതായത് നമ്മളെ
ബാറ്ററി അല്ല സോറി, കറണ്ട് കുത്തിയിട്ട് കുറച്ച് ചാർജ് ചെയ്തിട്ട് 1 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണിത്. ഞാനത് പൊളിച്ചിട്ട് റെഡിക്ക് കാണിച്ചത്. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മാച്ചസ് തീപ്പെട്ടി ഇല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിലോ അതുപോലെ മറ്റേ കിച്ചൺ എല്ലാം യൂസായി നല്ലൊരു യൂസാണിത് സംഭവം. ഇതാ സംഭവം. ഇതിൻ്റെ ഇവിടെ ബട്ടൺസ് ഉണ്ട്, അതുപോലെ ചാർജ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ചാർജിങ് സംഭവം. അപ്പോൾ അത് ഇവിടെ അതിൻ്റെ സംഭവം ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ചാർജ് ചെയ്യാം. എന്നിട്ട് ചാർജ് ചെയ്തതിന് ശേഷം അത് ഇതിങ്ങനെ ഇവിടെ മാറ്റി വെച്ചിട്ട് ഇതാ ഉണ്ടോ ഈ ബ്ലൂ ലൈറ്റ് കത്തുന്നതാണുണ്ടോ, ഇതാണ് സംഭവം. പിന്നെ അത് കത്തിക്കേണ്ട മോഡൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് ഗ്യാസിൽ അടുപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ, അപ്പോൾ ഇത് നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ വേറൊരു സംഭവം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ ഒരു ഫോൾട്ട് പറ്റിപ്പോയി എൻ്റെ കൂട്ടുകാരെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് നല്ല ലെങ്ത്തുള്ള സംഭവം, അത് 2-3 മീറ്റർ ഉണ്ടാവും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇത് അത്രയില്ല ചങ്ങായിമാരെ. ഇത് ചെറിയ അയലാണ്, അതിൽ തന്നെ ക്ലിപ്പിംഗ് വരുന്നത്. പക്ഷേ ഞാനിത് പിന്നെ നമ്മുടെ SM സ്ട്രീറ്റ് മിഠായി തെരുവിൽ പണ്ട് പോയപ്പോൾ അവിടുന്ന് ചോദിച്ചപ്പോൾ അവിടെ 150 രൂപയാണ് പറഞ്ഞത്. ചില സ്ഥലത്ത് 100 രൂപ ഉണ്ട്. പക്ഷേ ഞാനിത് വാങ്ങിച്ചത് 80 രൂപക്കാണ് മീഷോന്ന്, ഓഫർ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ വേറെ ഇതേ കളറിൻ്റെ സെയിം കളറുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ എൻ്റെ റൂമിൽ ഞാനിങ്ങനെ എൻ്റെ ടവലൊക്കെ അയലിലിട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു അയൽ കെട്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല എവിടെ നമുക്കിപ്പം പെട്ടെന്ന് നമ്മുടെ എന്തെങ്കിലും തുണികൾ പെട്ടെന്ന് നല്ല ഷോളൊക്കെ ഒന്ന് ഉണങ്ങണമെന്ന് വെച്ചാൽ നമ്മളെ റൂമിൽ തന്നെ സൈഡിലുള്ള ജാലകത്തിൽ എവിടെ വേണമെങ്കിലും ഇത് കൊളുത്തി വെച്ചിട്ട് അപ്പം തന്നെ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെ അത് ഇതുപോലെ തന്നെ ഒരു കബോർഡിൽ എവിടെയെങ്കിലും മാറ്റി വെക്കാം. അപ്പം പെട്ടെന്ന് യൂസ്ഫുൾ ആവുന്ന ഒരു അയലാണിത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒന്നും കൂടി എവിടെയോ ഞാൻ ഇങ്ങനെ അയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വാങ്ങിയത്. പിന്നെ പിന്നെ ഉള്ളത് നമ്മളെ സമോസയല്ല, നമ്മൾ ഇതില്ല, നമ്മൾ എന്താ പറയുക, ഈ തുണികളൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ നമ്മളിപ്പം ഭക്ഷണമൊക്കെ ഇതിങ്ങനെ അടുപ്പത്ത് നിങ്ങൾ എടുത്ത് മാറ്റുക. പക്ഷേ അത് വേണ്ട, ഇത് സിലിക്കോണിൻ്റെ. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് സമോസ ഇതാണ്, സമോസ ഉണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷെ അതല്ലേ, ഇത് നല്ല സൂപ്പർ സംഭവമാണ്. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരസ്യത്തിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വാങ്ങിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഇവിടെ ഒരു വലിയൊരു ഷോപ്പ് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലോ. മക്കളുടെ പേരിൽ അതിൽ വേറെ കമൻ്റ് ഉണ്ട്. അതൊക്കെ ഭയങ്കര സൂപ്പറാണ്. ഇതാണ്ടാ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ നല്ലൊരു യൂസ്ഫുള്ളാണ്. ഇങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് പാത്രമൊക്കെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ കൈയും പൊള്ളില്ല. ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പം ഇങ്ങനെ പാചകം എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിയത്ത് നിന്നിട്ട് അവർക്കൊന്ന് പഠിപ്പിച്ചെടുത്താൽ അവരും ഇങ്ങനെ പെട്ടെന്നൊക്കെ ചായയൊക്കെ എടുത്തുകൊണ്ട് നല്ല യൂസ്ഫുള്ളുള്ള സാധനമാണ്. അപ്പം നല്ലൊരു പരിപാടിയാണത്. പിന്നെ വേറെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇതിൻ്റെ പല വേർഷനുള്ള പല മോഡലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വുഡിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വാങ്ങിയത് സ്റ്റീലിൻ്റെയാണ്. എനിക്ക് സ്റ്റീലിനോട് പണ്ടേ ഒരു ഇഷ്ടമാണ്, വുഡിനേക്കാൾ കൂടുതൽ. കണ്ട, ഇതാണ് സ്പൂണൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്. അപ്പം നല്ലൊരു പരിപാടിയല്ലേ, സ്പൂണൊക്കെ വെക്കുക. നല്ലൊരു ക്വാളിറ്റിയുള്ള സംഭവമാണ് സ്റ്റീൽ. പിന്നെ വേറെ അടുത്ത നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അതൊക്കെ ഞാൻ പൊളിച്ചത് കൊണ്ട് എല്ലാം ഇവിടെ പോയി. നോൺ സ്റ്റിക്കിൻ്റെ ഇതെനിക്ക് നല്ലൊരു എന്ന് വെച്ചാൽ വേഗം ചൂട് പിടിക്കുന്ന സംഭവം കേട്ടോ. നല്ലവണ്ണം ചൂട് പിടിക്കുന്ന കല്ലാണിത്. ഇതിൻ്റെ കമ്പനി എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നോൾട്ടയല്ല സംഭവം, ഡെറിഗൈഡ് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ. അപ്പം അതിനോട് കിട്ടിയ സംഭവമാണിത്. ഉണ്ടോ ഹാൻഡിലായിട്ടുള്ള. ഇതും നമ്മളെ സിലിക്കോണിൻ്റെയാണ്. സാധാരണ നമുക്ക് വുഡിൻ്റെയാണ് കിട്ടുക ഇമാതിരി. പിന്നെ എന്ന് വെച്ചാൽ ഇത് കഴുകാൻ പറ്റിയൊരു ചകിരി പോലത്തെ ഉണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ.
അപ്പം ഇത് നല്ല വറുത്തായിട്ട് തോന്നും. പിന്നെ വേറൊരു സംഭവം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇത് ഞാൻ പണ്ടേ നമ്മുടെ ഇത് ഷോപ്സി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഇങ്ങനെ ഹോം 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 മെയ്ഡായിട്ടുള്ള പല സംഭവങ്ങളും അവർ ഇങ്ങനെ റീസെല് ചെയ്തിട്ട് നടത്തുന്നൊരു സംഭവം ഷോപ്സി. അപ്പോൾ അതിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അന്നേരം ഞാൻ ഇതിനൊരു കണ്ണ് വെച്ചിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ ഈ ബോട്ടിലിന് എനിക്ക് ഓഫർ പ്രൈസായിട്ട് കിട്ടിയതെന്ന് വെച്ചാൽ 387 387 രൂപക്ക്. പക്ഷേ എങ്കിൽ 387 രൂപക്ക് മോശമല്ല. എന്താ വെച്ചാൽ ഇതാ നോക്ക്, ഇത് 1 ലിറ്ററാന്ന് തോന്നുന്നു. കോഫി, അതുപോലെ ടീ, പിന്നെ ഷുഗർ. ഇതാ കണ്ട, നല്ല വൈറ്റ് കളറും അതേപോലെ റെഡ്, അതുപോലെ ഓറഞ്ച്. സൂപ്പർ അല്ലേ ഇത്? അങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.